ഹേയ് സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് എത്തിയിരിക്കുന്നത് വ്ളോഗ് നമ്പർ 3. യെസ്, ഇന്ന് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പോളണ്ടിൻ്റെ വാർസോയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ഥലമാണ് വാർസോ സെൻട്രലായ നമ്മുടെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഈ വ്ളോഗിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ കാണാം. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ഞങ്ങൾ ഓൾഡ് ടൗണിലേക്ക് പോവാണ്. ഗൈസ്, പോകുന്ന വഴിക്ക് ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം സ്റ്റേ ട്യൂൺ, വാച്ച് ടിൽ ദ എൻഡ്. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് ട്രാവൽ കാർഡാണ് സംഭവം. ഇതാണ് ട്രാവൽ കാർഡ്. അപ്പം ഈ ട്രാവൽ കാർഡ് സ്കാൻ ചെയ്ത് നമുക്ക് എവിടെ പോകാൻ പറ്റും. യെസ്, ഡോറുകൾ തുറന്നു. നമ്മൾ നടന്ന് പോവുകയാണ്. ഇപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് എൻ്റെ ഫോട്ടോ കണ്ട ആരും ഇരിക്കണ്ട. അപ്പം മെട്രോ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മെട്രോ കയറുന്നു. അയ്യോ, ദേ ഒരു മെട്രോ ഒക്കെ നമുക്ക് ഓടിച്ചാടി പെട്ടെന്ന് കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, നമ്മൾ കയറിയിരിക്കുന്നു. തള്ള ഓടിക്കയറി വന്നപ്പം ഇച്ചിരി ലേറ്റ് ആയി പോയി. ദേ എൻ്റെ ഒരു ഹായ് പറഞ്ഞേ ഗൈസ്, ഒരു ഹായ് പറയൂ ഹായ് പറയൂ ഗൈസ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി മെട്രോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ട്രാം സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, എൻ്റെ സുഹൃത്തുക്കൾ ഇതാ പുറകെ വരുന്നുണ്ട്. ഇതോ അവിടെ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ. അങ്ങനെ നമ്മൾ ട്രാം സ്റ്റേഷൻ എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ട്രാം സ്റ്റേഷൻ. നമ്മുടെ ബോർഡ് കണ്ടല്ലോ. ഇവിടെ നമുക്ക് ട്രാം എപ്പോഴും നമ്മുടെ ട്രാം ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞാണ്, 10 മിനിറ്റ് കഴിഞ്ഞാണ്. അപ്പോൾ ട്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, റോഡിൽ കൂടെ ഓടുന്ന ആ ഒരു അന്ന് പറഞ്ഞ സംഭവം, റോഡിൽ കൂടെ ഓടുന്ന സംഭവം ട്രാം ഞാൻ എൻ്റെ മുൻ വീഡിയോ കാണിച്ചായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ ക്ലോക്ക് ടവർ. നമ്മുടെ വാർസോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ഈ കാണുന്ന ക്ലോക്ക് ടവർ. വാവ്, എന്ത് മനോഹരമാണ് നിങ്ങൾക്ക്. അടിപൊളി വിഷ്വൽസാണ്. അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും ഒരു വയലറ്റ് കളർ ഷെയ്ഡിൽ ഇങ്ങനെ അങ്ങ് നിൽക്കും. വളരെ ഭംഗിയാണ്. 4 സൈഡിൽ നോക്കിയാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഒരു മപ്പ് സാധനം, സൂപ്പർ സാധനം. ഗൈസ്, ക്ലോക്ക് ടവറിനെ കുറിച്ച് കൂടുതൽ നമ്മളോട് ഗോവിന്ദ് പറയുന്നതായിരിക്കും. ഗോവിന്ദ്, എന്താണ് പറയുന്നത് ക്ലോക്ക് ടവറിനെ കുറിച്ച്? ഹായ് ഗൈസ്, ക്ലോക്ക് ടവറിന്റെ മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ക്ലോക്ക് ഉണ്ടാവും. അതാണ് മെയിൻ കാരണം ക്ലോക്ക് ടവറിന്റെ പേര്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല മികച്ച ഒരു അറിവായിരുന്നു ഗൈസ്. ക്ലോക്ക് ടവറിന്റെ മേളിൽ ക്ലോക്ക് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് ഗോവിന്ദിനെ അറിയാൻ സാധിച്ചത്. ഇനി ആശാൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ക്ലോക്ക് ടവറിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഏറ്റവും മണ്ടയ്ക്ക് ഒരു ചുമല ലൈറ്റ്, ഇടി പിടിക്കുന്ന സാധനം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ 2 അറിവാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. ഒന്ന്, ക്ലോക്ക് ടവറിന്റെ മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പം ആശാൻ രണ്ടാമത് പറഞ്ഞത് ക്ലോക്ക് ടവറിന് വേണ്ടി ഇടിമിന്നൽ പിടിക്കാതിരിക്കാനുള്ള ലൈറ്റ്നിങ് പ്രൊട്ടക്ടർ ആയ ഒരു സാധനം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണാം ആ ഒരു സംഭവം. അപ്പം ക്ലോക്ക് കാണാം. ഞാൻ വളരെയധികം സങ്കടത്തിലാണ്. ഞാൻ കഷ്ടപ്പെട്ട് ചാടി കയറി മെട്രോയിൽ കയറി, ട്രാമിൽ കയറി. അവർ തൊട്ടപ്പുറത്തെ ട്രാമിൽ കയറിയിരിക്കുന്നു. ഹായ് കാണിക്കൂ കണ്ടോ? അവിടെ നിൽക്കുന്നെല്ലാം കൂടെ ചതിയാണ് ഗൈസ്. ഇത് വളരെ കൊടും ചതിയാണ് ഗൈസ്. നമുക്ക് അടുത്ത ട്രാം സ്റ്റോപ്പിൽ അവിടെ മാറിക്കയറാം. റെഡി 3, 2, 1. തുറക്ക്. ഗോ. എൻ്റെ കൂട്ടുകാരോടൊപ്പം എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഓൾഡ് ടൗണിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ വിഷ്വൽസാണ്. ഞാൻ 100% പറയാം, അതിമനോഹരമായ വിഷ്വൽസാണ്. അപ്പം ഒരുപാട് ലൈറ്റിംഗ് സംഭവങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം കാണാം. ഗോവിന്ദ്, എന്താ നിൻ്റെ ഒരു പ്രതീക്ഷ ഓൾഡ് ടൗണിനെ കുറിച്ച്? എപ്പോഴും പോകാറുണ്ട്. നല്ല മികച്ചൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ സ്ഥിര സ്പോട്ടാണ് ഗൈസ്. പക്ഷേ ക്രിസ്മസിന് ഫുൾ വെറൈറ്റിയാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് പോയി കാണാം. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വാർസോയിലെ ഞാൻ പറഞ്ഞില്ല അതിമനോഹരമായ സ്ഥലമാണ്. 3, 2, 1. യെസ്, കാണ് ഗൈസ്, കാണ്. ഒരുപാട് സംഭവങ്ങൾ ഇന്ന് ഇവിടെ കാണാം. ഒരുപാട് സംഭവങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കൂ. വിഷ്വൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണാൻ പോണ്. ഡീറ്റെയിൽഡ് വീഡിയോ ഇതാ. 3, 2, 1.
ഗൈസ് കണ്ടു ഗൈസ്, എന്ത് അതിമനോഹരമായിട്ടുണ്ട് ഇവിടെ സംഭവിച്ചത്. മറ്റേ ഏതൊരു സിനിമ പറഞ്ഞില്ല, അതിമനോഹരമായ വിഷ്വൽസ് ഗൈസ്. ലൈറ്റിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്നാണ് നമുക്ക് കണ്ണിൻ്റെ കുളിർമയാണ് ഗൈസ്. ക്രിസ്മസ് ഒക്കെ അതിൻ്റെ സത്യം നാട്ടിൽ വീട്ടിലിരുന്നിട്ട് ഒരു ലൈറ്റ്, ഒരു എലിമിനേഷൻ ലൈറ്റ് പോലും ഇടാത്തതിൻ്റെ സങ്കടമായിരുന്നു. കാരണം അതുപോലെയാണ് നമ്മുടെ ഒരു വീട്. അപ്പോൾ അതിനും ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് ഓർമ്മകൾ, നാട്ടിലൊക്കെ ഒരുപാട് ഓർമ്മകൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വന്നു. നമ്മുടെ പുൽക്കൂടുണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീ എഴുതുന്ന അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. നിങ്ങൾക്കൊന്ന് ഓർമ്മകളൊക്കെ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടെ ഇതൊന്ന് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ ഓൾഡ് ടൗണിൻ്റെ ഒരു മനോഹരമായ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അപ്പം എന്താണ് ഓൾഡ് ടൗണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ? കണ്ട ഒരു ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് എന്താ തോന്നി? തുടങ്ങിയുള്ളൂ ഗൈസ്, പുറകെ വരാൻ കിടക്കുന്നുള്ളൂ. ഗോവിന്ദേ, നിനക്ക് എന്താ പറയാനുള്ളത്? സെയിം ഡയലോഗ് റിപ്പീറ്റ് തുടങ്ങിയുള്ളൂ. ഓക്കെ ചേച്ചി, സെയിം ഡയലോഗ് എന്ന് പറഞ്ഞു. എന്തെങ്കിലും മാറ്റി പറയാനുണ്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? സ്റ്റാർട്ടിങ് കൊള്ളാം. ഇനി അങ്ങോട്ട് നല്ല പ്രതീക്ഷയുണ്ട് മുന്നോട്ടുള്ള ലൈറ്റിംഗ് ആണ് ഗൈസ്. അപ്പം അങ്ങോട്ട് പോകുമ്പോ ഓടിപ്പോകാൻ തോന്നുന്നു. അപ്പൊ നമുക്ക് ഓടി തുടങ്ങാം. അവിടെ പോയി പോന്നല്ലേ? യെസ്, 2 കോമാളികൾ ഒരു ഫ്രെയിമിൽ. ചേച്ചിയുടെ ഒരു പുതിയ അറിവുണ്ട്. അവിടെ മിന്നി പോകുന്ന സാധനം കണ്ടോ? അതാണ് ഫ്ലൈറ്റ്. രാത്രിയിൽ ഫ്ലൈറ്റിന് ലൈറ്റ് ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. ഈ മികച്ച ഒരു നമുക്കൊരു അറിവ് തന്ന ചേച്ചിക്ക് നമുക്ക് കൊടുക്കാം ഒരു 100 points. കോളേജ് ഏതായിരുന്നു? അത് പൂട്ടിയോണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഒരാള് ട്രിപ്പ് മടുത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. എന്ത് പറ്റി ചേച്ചി? എന്ത് പറ്റി പറ. എന്താ പിന്നെ ഇരിക്കുന്നേ? ഫ്രീ ടൈമിനാണ് ഗൈസ് ഇത്രയും വലിയ മനോഹരമായ സ്ഥലത്ത് വന്ന് സൈഡിലിരിക്കും ഒരാള്. മടുത്തോ? സത്യം പറ. റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കണ എസ്, ഇതുപോലെ നമ്മൾ മപ്പായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഓടിച്ചിട്ട് നടക്കാൻ പറ്റും അല്ലേ? ഇപ്പം എന്താ കഴിക്കാൻ തോന്നുന്നു? കെബാബ്. തൊട്ടപ്പുറത്ത് കെബാബ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു കെബാബ്. തൊട്ടപ്പുറത്ത് ബബിൾ ടീ കട ഉണ്ടായിരുന്നെ പറഞ്ഞിട്ട് ബബിൾ ടീന്ന്. തൊട്ടപ്പുറത്ത് സബ്ക ഉണ്ട് പറഞ്ഞ ഹോട്ട് ഡോഗ് എന്ന്. തൊട്ടപ്പുറത്ത് ഇന്ത്യൻ കടി ഉണ്ടായിരുന്നെ പറഞ്ഞ പൊറോട്ടയും ബീഫെന്ന്. അല്ലേ? സത്യമല്ലേ? ഒരു ഡേയില് തൊട്ടപ്പുറത്ത് ഇന്ത്യൻ കട ഉണ്ടായിരുന്നേ നാടൻ ചോറെന്ന് പറഞ്ഞാൽ സാരിയെ കൊടുത്തു വരുന്ന നാടൻ. അതാണോ? വേണ്ട, ഇവിടെ കൂടുന്ന ചളി അടിച്ച് ഞാൻ പോവാ. ബൈ ബൈ ഗൈസ്. നമുക്ക് പോളണ്ടിലെ ആൾക്കാരോട് ചോദിക്കാം, എന്നെ അറിയാവുന്ന ചോദിക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പാളിച്ച് കയറുകയാണ്. ഹായ്, ഹലോ, ഡു യു നോ ഇംഗ്ലീഷ്? നോ, സോറി, നോ, ബൈ ഗൈസ്. അങ്ങനെ ഇതുണ്ടോ മറ്റൊരു മപ്പ് സാധനം. ഇതിങ്ങനെ കറങ്ങും ഗൈസ്, ഞാൻ കാണിക്കാം. 3, 2, 1 ഗോ. ഓഹൈ. ഇങ്ങനെ പിള്ളേർ കളിക്കാത്ത രീതിയിൽ കറങ്ങുന്ന ഒരു മപ്പ് സാധനമാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആർട്ടിസ്റ്റിക് വർക്ക് ഞാൻ ഒരുപാട് കണ്ടു. റൊട്ടേറ്റ് ചെയ്യണം. വൺ റൊട്ടേറ്റ്. ഓക്കെ ഗൈസ്, അവർ ഫാസ്റ്റർ ഗൈസ്, പെട്ടെന്ന് ഉന്താൻ, ഫാസ്റ്റ് ഉന്താനാണ് അവർ പറയുന്നത് ഗൈസ്. ഓക്കെ, അങ്ങനെ അവർ ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. സേ സ്മോൾ ഹായ് ഗൈസ്. അവർ കണ്ടു. സോ ഡു യു നോ ഇംഗ്ലീഷ്? യെസ്, യു നോ ഇംഗ്ലീഷ്. സോ യു നോ DK vlogs? യു നോ DK? യൂട്യൂബർ DK? യാ, ദേ ഡോണ്ട് നോ DK. അവർക്ക് DK എന്ന് പറഞ്ഞ വ്ളോഗറിനെ അറിയത്തില്ല. There is a vlogger in YouTube named DK, and yeah, he is famous in Kerala, India, and it's me. Yeah, it's me. I am that famous vlogger. I consider myself as a famous vlogger. So say yeah, say a small hi to my subscribers. Hi, tell them to subscribe my channel. subscribe. Yes, guys. What is this channel so we can see? Guys, our subscribe here one guys. They are subscribing my channel, so please show it. Yeah guys, so I got a subscriber from Poland. Guys, you are actually Poland? You're from Poland? Yes. Yeah, they are also Polish people. So see you. Bye. Your video will be uploaded very soon. Okay? Say bye.
ഗൈസ് അങ്ങനെ ഞാനൊരു സബ്സ്ക്രൈബറെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. പോളണ്ടിലെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവർ ഇനി എൻ്റെ വീഡിയോ കാണുമ്പോൾ സന്തോഷിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മളൊരു മപ്പ് വണ്ടി കണ്ടു. അതിന്റെ റൈഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ അവസാനം തന്നെ പിടിച്ചു കേട്ടോ. നമ്മൾ തന്നെ പിടിച്ചില്ലേ? പിടിച്ചു കണ്ടോ നമ്മുടെ മപ്പ് ഡ്രൈവിംഗ് ആയിരുന്നു. ഗോവിന്റെ മാസ് വരെ നമ്മുടെ ഫാസ്റ്റ് ആംബുലൻസിൽ ഡോമിനേക്കാളും മാസ് ഡ്രൈവിംഗ് ആയിരുന്നു. അതെ അതെ, ഈ സ്കിഡിങ് ആയിരുന്നു. ഞാൻ ആ കമ്പിയെ പിടിച്ചിരുന്നോണ്ട് ഞാൻ പക്കയായിട്ട് അവിടെ തന്നെ ഇരുന്നു. ഡ്രൈവറിനെ ഇപ്പം ഫ്രണ്ടിലത്തെ ഡ്രൈവറിനെ കയറി സ്കിഡ് ചെയ്താ പിടിച്ചത്. മപ്പായിരുന്നു. ഇപ്പൊ ഈ ലോറിക്കാരെ ഞങ്ങൾ പിടിച്ചത്. നിങ്ങൾ കാണുന്ന ഈ ലോറിക്കാരെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചത് അല്ലടാ. അവന് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചേച്ചിയുടെ പകർപ്പിനെ കണ്ടുപിടിച്ചു. ഞാനിപ്പോൾ റിവീൽ ചെയ്യാം. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? എന്നെ ലുക്കാ അല്ലേ? രണ്ടും ഒരേ ലുക്ക് അല്ലേ? അല്ലേ ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? കൊല്ലുന്നുണ്ടോ ഞങ്ങളെ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവമൊക്കെ ഇവിടെ വന്നതിന് ശേഷം കാണുന്നത്. അപ്പം നല്ലൊരു വെറൈറ്റി ഒരു അനുഭവമായിരുന്നു ഗൈസ്. നല്ല ലൈറ്റിങ്. ഒരു നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാം, ഫുള്ള് ലൈറ്റിൻ്റെ വെറൈറ്റി ഐഡിയാസൊക്കെ ഇവർ കൊണ്ടുവന്നേക്കുന്നത്. വെറൈറ്റി ഐഡിയാസ് അല്ല, നമ്മളതൊക്കെ നാട്ടിൽ ശ്രമിച്ചാൽ ചെയ്ത കേസൊക്കെ ഉള്ളൂ. എന്നാലും ഇവരുടെ ഒരു എഫേർട്ട് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം. ക്രിസ്മസ് ഒക്കെ യൂറോപ്പിലാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് അവർ ആഘോഷിക്കുന്നത് ക്രിസ്മസ് ഒക്കെ. എനിക്കൊന്ന് ഇതിലും ലൈറ്റിങ്ങും സംഭവമൊക്കെ ജർമ്മനിയിലുണ്ട്. ബട്ട് ഗുഡ്, ഇറ്റ്സ് ഓക്കെ. നമുക്ക് കാണാനുള്ളൊരു സംഭവം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഓൾഡ് ടൗണിലെ ലൈറ്റിങ്ങുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചേച്ചി ഇന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു മോറൽ, ചേച്ചിക്ക് ഒരു മോറൽ എന്താണ് പറയാനുള്ളത്? ചേച്ചി പറയൂ. സ്നേഹത്തോടെ വന്ന് എവിടെയെങ്കിലും പോകാൻ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചാൽ ആരും ഇറങ്ങി തിരിക്കരുത്. ഇവന്മാരെ കളിയാക്കി കൊല്ലും. ഗൈസ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ മോറൽ ഓഫ് ദ സ്റ്റോറി. ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും മോറലായിട്ട് ഇതാണ് ഗൈസ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ചേച്ചി നമുക്ക് പോകാം അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ചേച്ചിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ അനിയന്മാർ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അവരെല്ലാം ഈ വീഡിയോസ് കണ്ടിട്ടൊന്ന് രസിക്കട്ടെ അല്ലേ? രസിക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു.